മൂന്ന് വിഭാഗം സ്വർഗത്തിൽ കടക്കൂല. ആര് കടന്നാൽ, ആരൊക്കെ സ്വർഗത്തിൽ പോയാൽ മൂന്ന് വിഭാഗം ജനങ്ങളെ സ്വർഗത്തിൽ കടന്നു പോകില്ല. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? തൊണ്ടയ്ക്ക് താഴെ കള്ളിറക്കിയവനാണ്, കള്ളു കുടിച്ചവനാണ്, കഞ്ചാവടിക്കുന്നവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവനാണ്. അവന് തൗബ ചെയ്യാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകൂല. അതുകൊണ്ട് നിനക്ക് കള്ളു കുടിക്കാൻ പേടിയാണ്. പടച്ചവനെ പലിശ വാങ്ങാൻ, പലിശ കച്ചവടം നടത്താ, പലിശ വാങ്ങാ പലർക്കും പേടിയാ. ചോദിച്ചാ പറയും ഉസ്താദേ, സ്വന്തം ഉമ്മാനെ 33 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാണ്. പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും പലിശ തിന്നുന്നതും വലിയ പാപമാണല്ലോ. അതിൽ ഒരു ചെറിയ ഒരു ദിർഹം പോലും സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാളും പാപമാ. അങ്ങനെയുള്ള പാപങ്ങള് പടച്ചവനെ പള്ളിയിൽ നിന്ന് അല്ലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കാൻ പോകുന്നവരുണ്ട്. കാരണം പടച്ചവനെ സ്വർഗത്തിന്റെ താക്കോലാണല്ലോ നമസ്കാരം. ആ നമസ്കരിക്കാത്തവന് പടച്ചറബിന്റെ സ്വർഗമില്ലല്ലോ. അതുകൊണ്ട് പടച്ചറബല്ലേ വിളിക്കുന്നത്, ആ വിളിക്കുത്തരം നൽകണമല്ലോ. അതുകൊണ്ട് നമസ്കരിക്കുന്നവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്.